കടലക്കറിയിൽ ആരെങ്കിലും ചായപ്പൊടി ഇടുമോ? ചായപ്പൊടിയും കടലക്കറിയും തമ്മിൽ എന്താ ബന്ധം? ഈ കടലയുടെ കൂടെ ചായപ്പൊടി കാണുന്നത് തന്നെ യാതൊരു ബന്ധവും തോന്നുന്നില്ല അല്ലേ? പക്ഷേ നമ്മളിത് സാധാരണ ഉണ്ടാക്കാറില്ലെങ്കിൽ പോലും പല റെസ്റ്റോറൻറ്റുകളിലെയും ഒരു പൊടിക്കൈയാണ് നമ്മുടെ ഈ ചായപ്പൊടിയും കടലക്കറിയും. ചായപ്പൊടി കടലക്കറിയിൽ ചേരുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. പക്ഷേ ചേർക്കേണ്ടതിന് ഒരു വിധമുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിലാണെങ്കിൽ അവിടെ ടീ ബാഗില്ലേ, അവരൊരു 4-5 ടീ ബാഗ് എടുത്ത് കടലക്കറിയിലോട്ട് ഇടും. നമ്മുടെ വീട്ടിലിപ്പോൾ ടീ ബാഗ് ആയിരിക്കില്ല, നമുക്ക് ഈ ലൂസായിട്ടുള്ള ചായപ്പൊടി ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു ചെറിയ പീസ് തുണിയെടുക്കുക, അതിലേക്ക് നമുക്ക് ഏലക്കയും പട്ടയും പിന്നെ ചായപ്പൊടിയും ചേർത്ത് ഒന്ന് കെട്ടണം. ഓക്കെ, ഒരു നൂല് കൊണ്ട് കെട്ടിയാൽ മതി. ഒരു നൂല് വെച്ച് കെട്ടിയതിന് ശേഷം റബ്ബർ ബാൻഡൊന്നും ഇട്ട് കെട്ടരുത് കേട്ടോ. പ്ലാസ്റ്റിക് എടുത്തിന് കടലക്കറിയിൽ ഇട്ടിട്ട് വേറെ അപകടമൊന്നും സംഭവിക്കേണ്ട. ഒരു നൂലുകൊണ്ട് ചെറിയൊരു കെട്ടിടുക. അതിനുശേഷം തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കടലയും വെള്ളവും കൂടെ ചേർത്ത് ഈ ചായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇനി കുക്കറിൽ ഇതൊന്ന് വേകാനായിട്ട് മാറ്റി വെക്കുക. ഈ സമയം നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. അത് അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ ചീനിച്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴാണ് ബാക്കിയുള്ള പരിപാടി. ഈ കടലക്കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റിൻ്റെ മാത്രമല്ല, ഇതിൻ്റെ ആ ഒരു കളർ കൂടാനും കൂടിയാണ് ഈ ചായപ്പൊടി ഇടുന്നത്. ചായപ്പൊടി ഇടുമ്പോൾ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം വരുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ പ്രത്യേകിച്ച് ആ ഒരു നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചായപ്പൊടിയുടെ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമെന്ന് വിചാരിക്കുന്നൊന്നും വേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ്. ഇനി അതിലേക്ക് എണ്ണ ചൂടായി കഴിഞ്ഞ് കടുക് പൊട്ടിച്ച് ചുവന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞാൽ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതായത് ഇഞ്ചിയുടെ പച്ചമണം നമ്മുടെ വെളുത്തുള്ളിയുടെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടണം. ആ സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതായത് ഈ ചായപ്പൊടിയും കടലക്കറിയും എന്തുകൊണ്ട് ഇത്രകാലം അറിഞ്ഞില്ല. നമുക്ക് കടലക്കറിക്ക് നല്ലൊരു കളർ വരും. ഹോട്ടലിലെ കടലക്കറി ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലേ, നല്ല അടിപൊളി കളറാണ്. അപ്പോൾ അതിനായിട്ട് എന്താണെന്ന് അറിയാം, ഇപ്പോൾ ചേർത്തത് കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് ഇതൊന്ന് എണ്ണയിൽ മൂപ്പിക്കുമ്പോൾ കുറച്ചുകൂടി കളർ കൂടും. അപ്പോൾ കളറിന് വേണ്ടിയിട്ടാണ് ഈ കാശ്മീരി ചില്ലി കൂടുതലും ചേർക്കാറുള്ളത്. അത് എണ്ണയിൽ ചേർക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കളർ വരികയും ചെയ്യും. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതും ഒന്ന് എണ്ണയിൽ എല്ലാം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചേട്ടാ. ഇതൊന്നും കരിഞ്ഞു പോരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ വേറെ രീതിയിലാവും. ഇനി ഞാനൊരു 3 സവാള അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള സവാളയാണ്. അരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മഷി പോലെ ആക്കുകയല്ല, ഇങ്ങനെ അവിടെ ആയിട്ട് ചെറിയ 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 പീസസ് ഒക്കെ ഉണ്ടാവണം. എന്നിട്ട് ഇനി ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റി കിട്ടുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റും. അപ്പോൾ ഉള്ളിയിൽ സാധാരണ നമുക്കറിയാമല്ലോ, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴണ്ടി കിട്ടും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും ബാക്കിയുള്ളതൊക്കെ ചേർന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടണം. അപ്പോൾ നമ്മുടെ കുക്കർ അവിടെ ഇരുന്നിട്ട് കടല വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടല അവിടെ വേകട്ടെ. ആ സമയം നമുക്ക് ഈ മസാല റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഈ ചായപ്പൊടി ഇടുമ്പം എന്ത് മാറ്റമാണ് വരുന്നത് എന്നുള്ളതാണ് അറിയാനുള്ളത്. കുറച്ചുകൂടി എണ്ണ ഒഴിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ ഈ ഒരു സവാള വഴറ്റിയെടുക്കണം. അപ്പോൾ എല്ലാവരും ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഈ മസാല ചേർത്തിട്ടുള്ള കടല മാത്രമല്ല വേറെ എന്ത് ഇതുപോലത്തെ മസാല നമ്മൾ തയ്യാറാക്കുമ്പോഴും കുറച്ച് ചായപ്പൊടി ചേർക്കാൻ നന്നായിരിക്കും. ഇനി അടുത്തതായി കാണിക്കുന്നത് ടൊമാറ്റോ ആണ് കേട്ടോ. ഇത് നമ്മുടെ ടൊമാറ്റോയ്ക്ക് ഒരിടയ്ക്ക് ഭയങ്കര വിലയായിരുന്നല്ലോ. ആ സമയത്ത് മേടിച്ചതാണ് ഒരു ചെറിയ പേസ്റ്റ്. അപ്പോൾ ടൊമാറ്റോയുടെ അതേ ടേസ്റ്റാണ്, ഒരു വ്യത്യാസവും ഇല്ല. അത് വെച്ചിട്ട് 10 കറികൾ തയ്യാറാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് ടൊമാറ്റോ വെച്ചിട്ട് 10 അല്ല, ഇഷ്ടംപോലെ കറികൾ തയ്യാറാക്കാൻ പറ്റും. പക്ഷേ ഈ പാക്കറ്റിന് പുറകിൽ എഴുതിയിട്ടുള്ളത് 10 കറികൾ തയ്യാറാക്കാൻ പറ്റുമെന്നാണ്. അത് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിനെ തിരിച്ച് ക്ലോസ് ചെയ്തൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പം നല്ല പാകത്തിന് അവർ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലിരുന്നുകൊണ്ട് കുറച്ച് കട്ടിയായിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഒന്ന് ചേർത്ത് ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഇത്രയും ചേർക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു തക്കാളിയുടെ ഒരു ഇതുണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചേർത്ത് നോക്കുക. ഇതിനു മുമ്പ് ഞാൻ വേറൊരു കറിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല കറക്റ്റ് പാകത്തിന് ഈ പേസ്റ്റ് വെച്ചിട്ട് രസം ഉണ്ടാക്കി, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടേ, തക്കാളിയും ഉള്ളിയും ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് പാകത്തിനായി എണ്ണയൊക്കെ ആ ഒരു പാകത്തിന് പൊങ്ങി വരുന്ന രീതിയിലൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ അതിനായിട്ട് ഇതിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇതിങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായിരിക്കും ടേസ്റ്റ്. നല്ല ടേസ്റ്റ് അല്ലേ. അതും സവാള നന്നായിട്ട് ഇതുപോലെ കുഴഞ്ഞ ഒരു പാകത്തിനായിട്ടാണ് കറിയുന്നുണ്ടെങ്കിൽ ടേസ്റ്റ് പിന്നെ അതിലും ഗംഭീരമായിരിക്കും. ഇനി ചേർക്കേണ്ടത് കുറച്ചുകൂടെ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് എരിവെള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അത്രയും ചേർത്തതിന് ശേഷം വീണ്ടും പഴയ കലപരിപാടി തന്നെയാണ്, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ചേർക്കണം കേട്ടോ, കുറച്ച്
മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോഴേ അത് കറിക്ക് കുറച്ചുകൂടെ കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനുശേഷം ചെയ്യേണ്ടത് ഇത് പാകത്തിനായി വരുമ്പോൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ചായപ്പൊടിയുടെ കളർ ഉണ്ടല്ലോ, ഞാൻ ഏകദേശം 1 സ്പൂൺ ചായപ്പൊടിയാണല്ലോ അതിൽ ചേർത്തിട്ടുള്ളത്. ഈ ചായപ്പൊടി ഈ തിളച്ച വെള്ളത്തിൽ കുക്കറിലും കൂടെ ആകുമ്പോൾ അതിൻ്റെ കളർ മുഴുവനായിട്ടും ഇതിലോട്ട് വരും. അപ്പം നമ്മുടെ ഉള്ളി പാകത്തിന് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിലോട്ട് കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കാം. എന്നുവെച്ചാൽ ഇത് കരിഞ്ഞു പോകരുത്, നല്ല പാകത്തിനായി വരണം. പിന്നെ കടലക്കറിയിൽ എപ്പോഴും എണ്ണ തെളിഞ്ഞൊക്കെ നിൽക്കുന്നതാണല്ലോ ഹോട്ടലിലെ സ്റ്റൈല്. സ്റ്റൈലിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ വേണം. അപ്പോൾ ഇനി നമുക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ആ ഗരം മസാലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ള പാകത്തിന് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ പച്ചമണം മാറുന്ന പാകത്തിന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഏകദേശം കുക്കറിൽ നമ്മുടെ കടല വെന്തിട്ടുണ്ട്. അതിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ട്, എന്താ പറയുക, എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ മാറ്റാം. ഇനി ചേർക്കേണ്ടതെന്ന് അറിയോ, പഞ്ചസാര കടലക്കറിയിലൊരു മെയിൻ ഐറ്റമാണ്. 1 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് കൊണ്ട് ഭയങ്കര ഒരു മധുരം അല്ല ഉണ്ടാകുന്നത്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിക്ക് മാത്രമല്ല, വേറെ ഞാൻ പറഞ്ഞല്ലോ ഈ ഉള്ളി തക്കാളി ചേർത്തിട്ട് ഈ ഒരു ഐറ്റം തയ്യാറാക്കിയിട്ട് വേറെ നമുക്ക് ഇഷ്ടമുള്ള മഷ്റൂമോ പനീറോ അതുപോലെ തന്നെ വേറെ നോൺ വെജ് ഐറ്റം എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ കടല ഏകദേശം പാകത്തിനായിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഇതിലോട്ട് ആ കടലയും കൂടെ ചേർത്ത് കൊടുക്കും. കടല ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചായപ്പൊടി ചേർത്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമാണ് ചേർക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ വൈറ്റ് കടല വേവിക്കുമ്പോൾ പ്രത്യേകിച്ച് കളറൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ബ്ലാക്ക് കടലയാണെങ്കിൽ മാത്രമേ ആ കടലയുടെ തോലിൻ്റെ കളർ കിട്ടുള്ളൂ. അപ്പോൾ ഈ വൈറ്റ് കടലയ്ക്ക് പ്രത്യേകിച്ച് കളറൊന്നും വരില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഈ ഭട്ടൂരയൊക്കെ മേടിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു കടലക്കറിയില്ലേ, എൻ്റെ പൊന്നോ എന്തൊരു കളറാണല്ലേ. അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭട്ടൂര 1ഉം 2ഉം കഴിച്ചാൽ മതിയാവില്ല എന്ന് തോന്നും, അത്രയും ടേസ്റ്റാണ്. പക്ഷേ ബ്ലാക്ക് കടല വെച്ചിട്ട് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. ബ്ലാക്ക് കടല വെച്ച് ഉണ്ടല്ലോ നല്ല രസമായിട്ടുള്ള കളറാണ്, നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ളൊരു കടലക്കറി കിട്ടും. അങ്ങനത്തെ ആ ഒരു കളറ് തന്നെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കഴിക്കാൻ തോന്നിപ്പിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ചായപ്പൊടിയുടെ ഇതെല്ലാം ചേർത്തിട്ട് അപ്പം നമ്മുടെ ആ കെട്ടിയിട്ടുള്ള കിഴി ഉണ്ടല്ലോ അതിനെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനകത്ത് ഏലക്ക ഉണ്ടായിരുന്നു, പട്ട ഉണ്ടായിരുന്നു, ചായപ്പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പട്ടയുടെ ഫ്ലേവറും ഏലക്കയുടെ ഫ്ലേവറും അതുപോലെ തന്നെ ചായപ്പൊടി ഫ്ലേവറും ഏകദേശം കുറേ വിസിൽ വന്നിട്ടാണല്ലോ നമ്മുടെ കുക്കറിൽ കടല വെന്തത്. അപ്പോൾ ഈ കുറേ വിസിൽ വരുന്നതിനനുസരിച്ച് തന്നെ ഇപ്പോൾ കുറച്ച് ഉപ്പോട് ചേർത്തിട്ടുണ്ട്. ഈ വരുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് ഈ ചായപ്പൊടിയുടെ കളറും അതുപോലെ ബാക്കിയെല്ലാം അതിനകത്ത് ഇറങ്ങുന്നതാണ്. ഇപ്പോൾ കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ എല്ലാം പാകത്തിനായി കഴിഞ്ഞാൽ പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കുക. അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് അറിയോ, ഒരു 5 മിനിറ്റും കൂടെ വെക്കണം. കടല ഇങ്ങനെ തൊടുമ്പോൾ പ്രസ്സായി പോണ ഭാഗത്തിന് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ കടല റെഡിയായി. ഇനി നമുക്ക് എന്താണെന്നറിയോ, കുറച്ച് നേരം കൂടെ വെച്ച് കഴിയുമ്പോൾ ഈ എണ്ണ ഒന്ന് തെളിഞ്ഞു വരും. ചെറിയ തീയിൽ തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോഴേ അതിൻ്റെ കളർ കുറച്ചുകൂടെ മാറും കേട്ടോ. അതേ കണ്ടോ, കളറൊക്കെ മാറി നല്ല രസമായിട്ടുണ്ട്. ഇനി ദോശയോ ഇഡ്ഡലിയോ ചപ്പാത്തിയോ റൊട്ടിയോ ഭട്ടൂരയോ എന്ത് സാധനമാണെന്നെങ്കിലും ഈ ഒരൊറ്റ കറി മതി പോരെ. അപ്പോൾ ചായപ്പൊടി ചേർത്ത കടലക്കറിയാണ്, ട്രൈ ചെയ്ത് നോക്കുക, മിസ് ചെയ്യരുത്. ഇത് ശരിക്കും നല്ലൊരു ട്രിക്കാണ്, ഒരാളും കണ്ടുപിടിക്കുകയില്ല. പിന്നെ സ്ഥിരം ഇത് റെസ്റ്റോറൻറ്റുകാരൊക്കെ ചെയ്യുന്നൊരു ഐറ്റമാണ്.